യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന ഈ നല്ല നാളുകളിൽ നമുക്ക് നമ്മുടെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ പരിശുദ്ധമാക്കാം. മനുഷ്യരുടെ കണ്ണിൽ അശുഭകരമായി തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ ശുഭകരമായിരിക്കും. വിവാഹം കഴിയാതെ വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യക ഗർഭവതിയാകുക, അതും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ. എത്ര വേദനാജനകവും നിർഭാഗ്യകരവുമാണത്. എങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്നാണ്. യോസേപ്പിതാവിനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. വിവാഹം മുടങ്ങാനും കല്ലെറിഞ്ഞു കൊല്ലപ്പെടാനും സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടാനും മാത്രം സാധ്യതയുള്ളപ്പോഴും പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്നാണ്. നമ്മുടെ ജീവിതത്തിലും എന്നും ചോദ്യചിഹ്നമായി നിൽക്കുവാനും അവഹേളിക്കപ്പെടാനും അയ്യോ എന്നാലും അവർക്കിത് വന്നല്ലോ എന്ന് മറ്റുള്ളവരാൽ പറയപ്പെടാനും ഇടവരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്കും വിശ്വസിക്കാം, ഇത് ശക്തനായവന് എന്നിലൂടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന വൻ കാര്യമാണെന്ന്. അതിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസ.